ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളപ്പമാണ്. അതിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് പച്ചരി, 1 കപ്പ് ചോറ്, കുറച്ച് ചെറിയ തേങ്ങ, 1 തേങ്ങയുടെ വെള്ളം, കുറച്ച് ഈസ്റ്റ്, കുറച്ച് നെയ്യ്, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പച്ചരി അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം. ഇപ്പം നമ്മൾ ആ പച്ചരി ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിരാൻ വയ്ക്കണം. നമ്മളിതിനെ ഒരു 4 hours കുതിർത്തതിന് ശേഷം പിന്നീട് അരച്ചെടുക്കാം. ഇപ്പം നമ്മൾ കുതിർന്ന അരി അരച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് അരി, തേങ്ങ, പഞ്ചസാര, ചോറ്, പിന്നെ നമ്മളെടുത്ത് വെച്ച തേങ്ങയുടെ വെള്ളം ഇതെല്ലാം കൂട്ടി അരച്ച് വയ്ക്കാൻ പോവാണ്. ആവശ്യത്തിന് വേണമെങ്കിൽ വേറെ വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളത് അരയ്ക്കണം. നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈസ്റ്റിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈസ്റ്റ് മിക്സ് ചെയ്യാൻ നമുക്ക് ചൂടുവെള്ളമാണ് കൂടുതൽ നല്ലത്. കാരണം ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മാവിൻ്റെ ഫെർമെൻറ്റേഷനും അത് കുറച്ചും കൂടി ഹെൽപ്പാവും. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യണേക്കാൾ ഒരു വാം വാട്ടറിലാണ് എപ്പോഴും ഈസ്റ്റ് മിക്സ് ചെയ്തിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ്. നമ്മൾ ഉപ്പ് ഇപ്പോൾ ഇടുന്നില്ല. അത് നന്നായി ഫെർമെൻ്റ് ആയതിന് ശേഷം ഒരു 8-9 hours കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇടുന്നുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ മാവ് അല്ലെങ്കിൽ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മളതിൽ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് നമുക്കതിനെ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് അതിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ആക്കിയിട്ട് അതിനെ ഒന്ന് വൈപ്പ് ചെയ്ത് വിടണം. ചുമ്മാ ഒന്ന് തുടച്ച് വിടണം. എണ്ണ ഒഴിക്കേണ്ട, തുടച്ചാൽ മതി. ചട്ടി വല്ലാതെ ചൂടാവരുത്. എപ്പോഴും ആപ്പം ഉണ്ടാക്കുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ട് അതിനെ പെട്ടെന്ന് തന്നെ റൗണ്ടായി ചുറ്റിയിട്ട് ഒന്ന് കുലുക്കി വിടണം. അപ്പം തന്നെ അത് അടച്ചു വയ്ക്കണം. ഇപ്പം നമ്മളിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടില്ല. കാരണം ഇവിടെയൊക്കെ വെള്ളം നിറയെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മളുടെ ആപ്പം റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ അതിനെ എടുത്തിട്ട് ഇപ്പം നമ്മളുടെ വെള്ളപ്പം സെർവ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു.